തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് പുതിയ കസേരയിലേക്ക് സ്ഥാനമുറപ്പിക്കുമ്പോൾ ഇനി പ്രിയങ്കയുടെ ഊഴമാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. അതിനുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം തന്റെ കന്നി മത്സരത്തിൽ തന്നെ പോളിംഗ് കുറഞ്ഞിട്ടും രാഹുലിനേക്കാൾ ഭൂരിപക്ഷം പ്രിയങ്ക നേടിയെടുക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഉണ്ടായിരിക്കുന്നത്. കാര്യങ്ങളെല്ലാം കോൺഗ്രസിന്റെ കൈവിട്ടുപോകുമെന്ന് ഉറപ്പായപ്പോൾ മമത ചില കരുക്കൾ നീക്കി തുടങ്ങിയിരിക്കുകയാണ്. അത് മനസ്സിലാക്കി രണ്ടും കൽപ്പിച്ചാണ് പ്രിയങ്ക ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും പരാജയത്തിൽ കോൺഗ്രസിന് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. അദാനി വിഷയത്തിലടക്കം സഭയിൽ കോൺഗ്രസിനോട് ഇടഞ്ഞു നിൽക്കുന്ന മമത ഇത് താൻ കൂടി ചേർന്ന് രൂപം കൊടുത്ത മുന്നണിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നേതൃകസേരയിൽ ഇരിപ്പുറപ്പിക്കാനായി നീക്കങ്ങൾ നടത്തുന്നത്. ശരത് പവാറും സുപ്രിയ സുലെയും തേജസ്വി യാദവുമൊക്കെ മമതയെ സ്വാഗതം ചെയ്ത് രംഗത്തേക്കെത്തുകയും ചെയ്തതോടെയാണ് കാര്യങ്ങൾ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി മാറിയത്. എന്നാൽ ബംഗാളിനപ്പുറത്ത് തൃണമൂൽ കോൺഗ്രസ് ഇല്ല എന്നത് മമത മറന്നുപോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന കോൺഗ്രസിനെ പോലെയുള്ള ഒരു പാർട്ടി കൂടി ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തേക്ക് മമതയേക്കാൾ യോഗ്യത പ്രിയങ്കയ്ക്ക് തന്നെയാണ്. പക്ഷേ യുപിയിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയെന്ന ഒരു കാരണം മാത്രമാണ് ഇപ്പോൾ മമതയ്ക്ക് പറയാനുള്ളത്. അത് വെച്ചുകൊണ്ടാണ് കോൺഗ്രസിനെ വെല്ലുവിളിച്ച് ഇപ്പോൾ മമത തലപ്പത്തേക്ക് താൻ വരുന്നു എന്ന് പറയാനുള്ള പ്രധാന കാരണം. എന്നാൽ താൻ തന്റെ 17-ാം വയസ്സിൽ തുടങ്ങിയതാണ് ഈ രാഷ്ട്രീയ ജീവിതമെന്നാണ് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പ്രിയങ്ക പറഞ്ഞത്. അതായത് ഇന്നലെ പെയ്ത മഴയിൽ മുളച്ചതല്ല എന്നാണ് പ്രിയങ്ക അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് യുപിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരേയൊരു കോൺഗ്രസ് നേതാവ് കൂടിയാണ് പ്രിയങ്ക. മാത്രമല്ല തല്ലാനും തലോടാനും ഒരുപോലെ കഴിവുള്ള ഒരു മികച്ച രാഷ്ട്രീയ നേതാവ് കൂടിയാണ് പ്രിയങ്ക ഗാന്ധി. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി നയിക്കാൻ മമതയേക്കാൾ യോഗ്യത പ്രിയങ്കയ്ക്ക് തന്നെയാണ്. പാർലമെന്റിലെ പ്രതിഷേധവും തെരഞ്ഞെടുപ്പ് തോൽവിയിലെ ഭിന്നതയുമാണ് ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തേക്ക് ആര് എന്നതിനെ ചൊല്ലിയുള്ള തർക്കം ഉടലെടുക്കാനുള്ള പ്രധാന കാരണം. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മമതാ ബാനർജി മുന്നണിക്കെതിരെ പ്രതികരിച്ചിരുന്നു. ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനത്തിൽ അതൃപ്തിയുണ്ടെന്നാണ് മമത തുറന്നടിച്ചത്. അവസരം നൽകിയാൽ മുന്നണിയുടെ നേതൃസ്ഥാനം ഏറ്റെടുക്കാമെന്നും സുഗമമായിട്ടുള്ള പ്രവർത്തനം ഉറപ്പാക്കുമെന്നും മമത മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിയെ തലപ്പത്തേക്ക് കൊണ്ടുവരണമെന്നാണ് പല നേതാക്കളും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉടൻ തന്നെ ACC വിഷയത്തിൽ വ്യക്തത വരുത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.